ഇതാരാ വിളിക്കണേ? ഓ, ഈ കോളാണോ? ഹലോ. ഓ, മറന്നിട്ടില്ലേ, ഞാൻ കൃത്യസമയത്തിന് കല്യാണത്തിന് എത്തോളാം. ആ, മുഹൂർത്തത്തിന് വരാൻ കുറച്ച് ലേറ്റ് ആവും. ആ, സദ്യ തന്നെ മുമ്പ് തിരിക്കും. ആ, ഫുഡ് ഇവിടുന്ന് കഴിക്കില്ലേ, കല്യാണത്തിന് അടുത്തിട്ട് കഴിക്കുള്ളൂ. ഇനി ഞായറാഴ്ചക്കില്ല, ഇവിടുന്ന് ബസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തിരി ലേറ്റ് ആവട്ടെ വരാൻ. ആ, ഓക്കെ ഓക്കെ. ഞാൻ ഇപ്പം കുളിച്ച് വന്നിട്ടുള്ളോ, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. റെഡി ആയിട്ടൊന്നും ഇല്ല. ഞാൻ വിളിക്കുന്നതായിരുന്നു. അങ്ങനെ കുറേ നാളെ ശേഷം ഒരു കല്യാണ സദ്യ ഇങ്ങോട്ട് ഒത്തു വന്നു. റിസപ്ഷൻ എന്തായാലും വിളിച്ചിട്ടില്ല, ചിലപ്പോൾ വൈകുന്നേരം വിളിക്കാനാവും. എന്തായാലും കല്യാണ സദ്യക്ക് പോവാൻ റെഡി ആവട്ടെ എന്തായാലും. എന്തായാലും ഇപ്പോൾ ഒന്നും ഇറങ്ങണ്ട. മണി 11 പറയില്ല, 10:45. എന്തായാലും ഇന്നലത്തെ പോലെ എന്തായാലും വൈഫൈ കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും നോക്കാം വൈഫൈ ഉണ്ടോ എന്ന്. ഓഫ്, വിളിച്ചോണ്ടിരിക്കുകയാണല്ലോ, ഒരു ശല്യം. ഞാൻ കല്യാണത്തിന് എത്താന്ന് പറഞ്ഞില്ലേ, പിന്നെ നീ വിളിച്ചോണ്ടിരിക്കണ, ഞാൻ റെഡി ആവുക. ശരി, ഞാൻ വിളിക്കാം. ഈ കല്യാണമൊക്കെ ഉണ്ടായിട്ടാ പ്രശ്നം. എന്തായാലും വൈഫൈയുടെ കാര്യം നോക്കട്ടെ. ഇന്നലെ കണ്ട സ്കൈ സൂപ്പർ മാർക്കറ്റ് ആവുന്നുണ്ട്. ആ വൈഫൈ ഇപ്പം ഇല്ലല്ലോ. ഇത് വേറെ ഏത് വൈഫൈ? ഈ വൈഫൈന് കണക്റ്റ് ആവാത്തത്. ഇതാണെങ്കിൽ ലോക്കുണ്ട്, കിട്ടണില്ല. കണക്ട് ചെയ്യുന്നോണ്ട് കാണിക്കുന്നുണ്ട്, പോകണു. മറ്റേ വൈഫൈ കിട്ടിയാലേ ഉപകാരമുള്ളൂ. ഇന്നലെ പക്ഷേ ഈ സമയത്തല്ലേ വൈഫൈ വന്നത്. ആ സമയം എനിക്ക് ഓർമ്മയില്ല, അതാണ് പ്രശ്നമായത്. ഈ സമയത്ത് എന്താ വൈഫൈ കിട്ടണില്ല. ഈ സൂപ്പർ മാർക്കറ്റാണ്, ഈ സൂപ്പർ മാർക്കറ്റ് തുറന്നിട്ടുണ്ട്. ഇത് വേറെ ഏത് വൈഫൈ ആണ്? എന്തായാലും ആവട്ടെ, കല്യാണത്തിന് പോണ മുമ്പ് വൈഫൈ കുറച്ച് നേരം എടുക്കാന്ന് വെച്ചിരിക്കായിരുന്നു. അത് നടന്നില്ല. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ എപ്പോൾ എത്താനാ? അപ്പോൾ ഇന്നത്തെ വൈഫൈ ഗോവിന്ദ. ഇനി അടുത്തത് കണ്ടുപിടിക്കുന്നത് ഈ വൈഫൈ ടൈമിങ്ങാ. അല്ല, വൈഫൈ ടൈമിങ് എന്തെങ്കിലും കണ്ടുപിടിക്കണേ? ഈ വൈഫൈ കണക്റ്റ് ആയ സമയം നോക്കിയാൽ മതില്ലേ, അപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? വേഗം വൈഫൈൻ്റെ സെറ്റിങ്സ് വെച്ച് നോക്കാം. അവർ നമ്പർ കൊടുത്തിട്ടുണ്ട് വൈഫൈയുടെ. ഈ നമ്പറിൽ വിളിച്ച കസ്റ്റമർ കെയർ എടുക്കുമ്പോൾ എല്ലാ സമയങ്ങളുടെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്യുമായിരിക്കും. വിളിച്ചു നോക്കാം. വൈഫൈൻ്റെ കസ്റ്റമർ കെയർ അല്ലേ? ഞാനൊരു വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ IP അഡ്രസ്സിനുള്ളതൊക്കെ അറിയണം. പിന്നെ അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണം. എനിക്ക് ഇന്നലെ കണക്ട് ചെയ്ത എല്ലാ വൈഫൈൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുമോ? ടൈമിങ്ങും അയക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. ഓക്കെ, അപ്പം ആ കാര്യം സെറ്റായി. ഇനിയിപ്പോൾ അവർ വേഗം അയക്കായിരിക്കും. മെസ്സേജ് വന്നല്ലോ, എന്തായാലും നോക്കാം. സ്കൈ സൂപ്പർ മാർക്കറ്റ് എവിടെ? കുറേ വൈഫൈ കണക്ട് ചെയ്തേ കിട്ടണില്ല. സ്കൈ സൂപ്പർ മാർക്കറ്റ് 2:06 കണക്ട് ചെയ്തത് വൈഫൈ. ഇതിലെന്ത് 2:06 കാണിക്കുന്നത്? ചിലപ്പോൾ 2:06 ആവും. അപ്പം എനിക്ക് തോന്നുന്നു 2:06 ഈ വൈഫൈ കണക്ഷൻ ഓൺ ആക്കുന്നുണ്ട്. അതോ ഞാനിത് കണ്ടത് ലേറ്റ് ആയിട്ടാണോ വൈഫൈ? ഒന്നും അങ്ങോട്ട് ക്ലിയർ ആവണില്ല. എന്തായാലും ഇന്നത്തെ വൈഫൈ പോയി തന്നെ വിചാരിക്കാം. കാരണം കല്യാണത്തിന് റെഡി ആവാം, അല്ലെങ്കിൽ സത്യം മിസ്സാവും. ഇപ്പം തന്നെ സമയം ലേറ്റ്. വേഗം ലൈറ്റ് ഫാനൊക്കെ ഓഫ് ആക്കി പോക്കട്ടെ. എന്നും അത് കല്യാണത്തിന് മുമ്പ് ഇവിടുത്തെ ലൈറ്റ് ഫാനൊക്കെ ഓഫ് ആയിട്ടിരിക്കില്ല, എന്തെങ്കിലും അവർ ഓൺ ആയിട്ടിരിക്കും. വേഗം പോവാം, ഇനി ലേറ്റ് ആവേണ്ട. വേഗം ഒരു ഓട്ടോറിക്ഷ ബസ് എന്തെങ്കിലും വിളിച്ച് പോവാം. ഹലോ ബോസ്, ഞാനിപ്പോൾ വിളിച്ചത് സുപ്രധാന കാര്യം പറയാനാ. ഇന്ന് രാവിലെ തൊട്ട് നമ്മുടെ വൈഫൈ റൂട്ടറിന്റെ ലൊക്കേഷൻ വേറൊരു സ്ഥലത്ത് കാണിക്കുന്നത്. റേഞ്ച് കിട്ടില്ല എന്ന് പറയാം, വേറെ ലൊക്കേഷൻ വെച്ച് കാണിക്കുന്നത്. ചിലപ്പോൾ അവർ മറ്റു മേഖലയിൽ പോയതാവും സാധ്യത. ആ സാധ്യത നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ഇപ്പൊ സമയം 3 മണിയായി. ചിലപ്പോൾ ഒരു വല്ല കല്യാണത്തിനോ മറ്റെങ്ങനെയും പോയതാവും. എന്തായാലും ബോസിന് ഇനി അപ്ഡേഷൻസ് അപ്പനെ അറിയിക്കാം. ഓക്കെ. ഇന്നാലും എന്താ വൈഫൈ റൂട്ടറിന്റെ ലൊക്കേഷൻ കിട്ടാത്തത്? ഞായറാഴ്ചയല്ലേ, നേരെ കറങ്ങാനോ ചുറ്റിക്കറങ്ങാനോ കല്യാണത്തിന് അങ്ങനെ പോയതാവും.
അങ്ങനെ നല്ലൊരു കല്യാണം കൂടി സദ്യയും കഴിച്ചു. അകത്ത് കയറിട്ടെന്ന് നന്നായിട്ട് ഉറങ്ങണിങ്ങ. ഈ കല്യാണത്തിന് പോയി വരുമ്പോ അതാ പ്രശ്നം, ക്ഷീണം. അതാ പ്രശ്നം, വേറെ ഒന്നല്ല. കുറഞ്ഞിട്ട് വേഗം എടുക്കട്ടെ. ഇത് തുറക്കാൻ പറ്റാത്തത്, ഞാൻ ആ സദ്യ കഴിക്കണല്ലേ ആ ടേബിളിൽ വെച്ച് താക്കോല്. ഇനി ആ താക്കോല് എന്ത് ചെയ്യും? എന്റെ അബദ്ധന്ന് ഞാൻ അവിടെ വെച്ച് പോയി. അതിനങ്ങ് എടുക്കാനും മറന്നു. ഇനി എന്താ ഇവിടെ ഇരിക്കുക, അതല്ലേ മാർഗമുള്ളോ? മിക്കവാറും കുത്തിപ്പൊളിക്കുന്ന വരും. ആ അവസ്ഥയിലായി. ഇനി ആ കല്യാണ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. എന്ത് നല്ല ദൂര. ഇതന്നെ പോയിട്ട് വയ്യാണ്ടായി പോയിട്ട്. സദ്യയില്ല അങ്ങനെ പോയിട്ട്. എന്തായാലും കുത്തിപ്പൊളിക്കേണ്ടത് വഴിയില്ല. അല്ലെങ്കിൽ ആശാരിനെ വിളിക്കാം. ഹലോ, ഞാനൊരു കല്യാണത്തിന് പോയി. താക്കോല് ഒപ്പെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോൾ താക്കോല് കഴിയില്ല. എവിടെ പോയിന്നോ? ആ സദ്യ കഴിച്ചപ്പോൾ മറന്നു വെച്ചു. അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഞായറാഴ്ച അറിയാം. എന്നാലും ഒന്ന് വരും ഇവിടെ വരെ. അങ്ങനെയാണ് ഓക്കെ. ഞായറാഴ്ച തന്നെ വരുന്നതിന് കുറച്ചുകൂടി പേയ്മെന്റ് കൂട്ടിയില്ല മതിയില്ലേ? പക്ഷെ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ഓക്കെ ഓക്കെ. അപ്പൊ കയ്യിലുള്ള ആ പൈസയും പോയി. ഈ ഞായറാഴ്ച ഇത് പെറ്റും ചെയ്തു. ആ കൂടി ഞായറാഴ്ച ആശാരിമാർക്ക് റെസ്റ്റ് ദിവസമാണ്. ഈ ദിവസങ്ങളിലൊക്കെ വിളിച്ചാലോ കുറച്ച് കാശ് കൂട്ടി കൊടുക്കണം. അയാൾ എത്തിന്ന് തോന്നുന്നത്. ചേട്ടാ ഇങ്ങോട്ട് കയറി വന്നോളൂ. ഇതാണ് നമ്മുടെ വാതിൽ കേട്ടോ. ഇങ്ങനെ വേഗം ഒന്ന് ശരിയാക്കി എടുക്കണം. ഞാൻ മാറി തരാം. ഇനി വാതിൽ തുറക്കാൻ പറ്റണ്ടോ നോക്കി നോക്കിയേ. ഒരു മിനിറ്റ് ആശാരി, ഞാൻ നോക്കട്ടെ കേട്ടോ. തുറക്കാൻ പറ്റുന്നുണ്ട്. വാതിൽ തുറന്നു. ഈ വീടൊക്കെ ഉണ്ടായപ്പോ ഇപ്പോഴും സമാധാനം. വാതിൽ അങ്ങോട്ട് തുറന്നു കിട്ടി. എന്തായാലും ഞാൻ പേയ്മെന്റ് അയച്ചേക്കാം. പൈസ വേണമെങ്കിൽ കൂട്ടി തരാം. എത്ര പൈസ പറഞ്ഞില്ലല്ലോ? ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. ഗൂഗിൾ പേയിലെ പൈസ ഉള്ള അക്കൗണ്ടില് ലാസ്റ്റ് മൊബൈലിൽ പേയ്മെന്റ് എൻ്റർ ആയി വന്നാൽ മതി. അങ്ങനെയാണ് QR കോഡ് എന്ന് പറഞ്ഞിട്ട്. $2500. ഇത് കുറച്ച് കൂടി പോയിട്ടോ. ശരി, 2500 ആണെങ്കിൽ 2500 രൂപ. ഈ വാതിൽ തുറന്നല്ലേ വെച്ചിട്ടായിരുന്നു. പൈസ അയച്ചിട്ടുണ്ട്. കിട്ടിയോ? ഇന്ന് ആശാരി പോയിക്കോ. കല്യാണത്തിന് സദ്യ കഴിച്ചിട്ട് ഭയങ്കര വയ്യാണ്ടായി. ചെറുതൊരു ട്രാവൽ ചെയ്ത് വന്നതല്ലേ. കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യണം. പിന്നെ കുറച്ചൊന്ന് വൈകുന്നേരം പോകണം. ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കണം. ആ കീ പോയില്ലേ ബോസ്? അവര് നമ്മളെ ചതിച്ചു പോകുന്നത്. ഞാൻ പറയാൻ കാര്യം എന്തല്ല, നമ്മുടെ താക്കോല് ഇപ്പോൾ പഴയ റിസോർട്ടിന്റെ അടുത്തൊക്കെ അടിക്കുന്നത്. ആ താക്കോല് എങ്ങനെ റിസോർട്ടിൽ എത്തിയെന്നൊന്നും എനിക്കറിയില്ല. ഇതിന് പിന്നെ എന്തോ വലിയൊരു ചതി നടന്നിട്ടുണ്ട്. ആ താക്കോല് തിരിച്ചവർ കൊണ്ടുവരേണ്ടിയില്ല. കാരണം താക്കോല് അവരുടെ ശരിക്കത്തിൽ വീട്ടില്ല. ഞാൻ പറയുന്നത് വെച്ച് നമ്മുടെ പ്ലാൻ പകുതി മുക്കാല് ഫ്ലോപ്പ് ആവും സംശയമുണ്ട്. സംശയം മാത്രം. എന്തായാലും എന്റെ പേയ്മെന്റ് തിരിച്ചു വാങ്ങിക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്റെ പണികളൊക്കെ ചെയ്ത എന്റെ പേയ്മെന്റ്. ഹലോ ബോസ്. അപ്പൊ ആ പേയ്മെന്റ് പോയി. ഇനി വേറെ ആരുടെ പണി നോക്കാം. ഇപ്പൊ സമയം 5 മണിയാ. ഉറങ്ങിയിട്ട് സമയം പോയത് അറിഞ്ഞില്ല. നെറ്റും ഇല്ലല്ലോ. ആ വൈഫൈന്റെ കാര്യത്തിൽ തീരുമാനമാക്കണം. ഇപ്പൊ താക്കോല് എന്തായാലും ഇപ്പൊ വാങ്ങിക്കൊരു ഇതില്ല. കുറച്ചിട്ട് വൈകുന്നേരം ഇറങ്ങാം താക്കോല് വാങ്ങിക്കാൻ. വല്ല ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്ന വല്ല കട ഉണ്ടാവും. അല്ലെങ്കിൽ അയാളെ വിളിപ്പിച്ച് താക്കോല് ഉണ്ടാക്കിപ്പിക്കാം. ഇപ്പൊ എന്നിട്ട് ഫോൺ നോക്കിയിരിക്കാം. ആ വൈഫൈന്റെ കാര്യം എന്തായാലും നോക്കട്ടെ. ഇത് ഇട്ട വൈഫൈ വന്നിട്ടില്ലല്ലോ. സാധാരണ 2:06 എന്നിൽ വൈഫൈ വന്നെന്ന് ഹിസ്റ്ററിയിൽ കാണിച്ചത്. ഇന്നലെ 2:06 ഞാൻ എടുത്തു തുടങ്ങിയിട്ട് രാത്രി ഫുൾ ടൈം വൈഫൈ ഉണ്ടായിരുന്നു. ഇപ്പൊ വൈഫൈ ഇല്ല. ഇനിയിപ്പോ വില കൂടോത്തരത്തിലാണോ? വൈഫൈ എന്തായാലും കിട്ടാൻ പോണില്ല തോന്നുന്നു. ഇന്നലെ ഭാഗ്യത്തിന് ഓണാക്കിയെന്ന് തോന്നുന്നുണ്ട്. ഇന്നലെ ആരാവും ആ സ്കൈ സൂപ്പർ മാർക്കറ്റ്?
ആ വൈഫൈ ഇല്ല അപ്പൊ പിന്നെ എന്തിനാ ഞാൻ ഫോൺ നോക്കണത്? എടുത്ത് വെച്ച് കുറച്ച് നേരം കൂടി കിടന്ന് ഉറങ്ങാം. പിന്നെ വൈകുന്നേരം താക്കോല് വാങ്ങിക്കാൻ ഇറങ്ങാം.